ചെയ്യാൻ എത്ര നാളെടുത്തു ചേട്ടാ? ഇതിന് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിനടുത്ത് എടുക്കേണ്ടി വന്നു. ബിക്കോസ് കോവിഡിന്റെ ടൈമിലാണ് ചെയ്തത്. അപ്പം രണ്ട് കാര്യമാണ്. ഒന്ന് മീന് സ്ഥലം വേണം, പിന്നെ അന്ന് ആൾക്കാർക്കൊന്നും പണിയില്ലാതിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ നല്ലൊരു ടൈമാണല്ലോ, എല്ലാവർക്കും പണിയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക്ഡൌണിൽ പൂട്ടിയിടേണ്ടിയും വന്നു. കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ടോട്ടൽ എത്ര ഫിഷ് ഉണ്ടാവും? ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 50 കോഴി ഉണ്ട്, പിന്നെ 2-3 ഗൗറാസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഗൗറാസ് എല്ലാം നമ്മൾ ഇത്രയായിട്ട് ചെറുതായിട്ട് വാങ്ങിച്ചു തന്നെ. അതൊക്കെ ഇപ്പൊ ഭയങ്കര വലുതായി. ഓൾമോസ്റ്റ് 1.5 ഫീറ്റിന് മുകളിൽ വലിപ്പമുണ്ട്. ഇടയ്ക്ക് വരും, ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഇതാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ പഴയ കുളത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഒരു ഇതും കുറെ ചെടികളുമാണ് അതിന്റെ ഫിൽട്രേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ചെടികളെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇതിനൊന്നും മണ്ണില്ല, ഈ ചേമ്പിനൊന്നും. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുറെ പാറ വെച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് പൈപ്പ് വരുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഡക്റ്റ് പോലെ പോയിട്ട് അടിയിൽ കൂടെ വന്ന് തിരിച്ച് മുകളിലോട്ട് വരും. അപ്പോൾ ആ ഫിൽട്രേഷൻ സിസ്റ്റം മൊത്തം യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ബോബ് ഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഫോറിനിൽ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ തോടുകളെല്ലാം വൃത്തിയായി വരുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി എത്രയായി കോസ്റ്റ് ഒക്കെ? പുറത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കോസ്റ്റാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം ചെയ്യാനായിട്ട് അവരുടെ എസ്റ്റിമേറ്റിൽ നോക്കുമ്പോൾ ഒരു $250,000 പറഞ്ഞാണ് കാണുന്നത്. ഇവിടെ അത്രയൊന്നും ആയില്ല. ഇവിടെ മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 15 lakhs താഴത്തെ ആയിട്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വോളിയം വരുന്ന ഏതാണ്ട് 1 lakh ലിറ്റർ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ ഫിഷസിനൊക്കെ ലൈഫ് സ്പാൻ എത്രയുണ്ട്? ഇത് കോഴി ഫിഷ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് 200 years വരെ കണ്ടാൽ തോന്നുന്നു. പക്ഷേ ഒരു 52 അതിൻ്റെ മുകളിലോട്ട് ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ വെള്ളം മോശമായി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് കൊല്ലാനും പറ്റും. അപ്പം ചേട്ടനാണെങ്കിൽ ഇതിനകത്ത് ചാടുന്നൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതെന്താണ് സംഭവം? ശരിക്കും ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ദിവസം ചാടണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഇത് കോഴി ഫിഷസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എല്ലാം അടുത്തോട്ട് വരികയൊക്കെ ചെയ്യും നമ്മുടെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ ഡൈവിങ്ങിന് പോകുന്നതാണ്, സർട്ടിഫൈഡ് ഡൈവർ. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കോറൽസ് ഇതെല്ലാം അടുത്ത് വരില്ല. അതിനേക്കാളൊക്കെ രസം ഇതിൻ്റെ കൂടെ ഡൈവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ആയതുകൊണ്ട് അതിനോടൊരു പ്രത്യേക അടുപ്പവും കൂടെ നമുക്ക് വരും. പിന്നെ ഭയങ്കര കളർഫുള്ളാണ്. ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു രസമാണ്. ഇപ്പോൾ ഇടയ്ക്ക് നീന്ത് എൻ്റെ കൂടെ. പിന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് മെയിൻ പണിയും ബംഗാളി പണിയാണ്. അവസാനം സത്യം പറയാല്ല, ഇതിൻ്റെ ഇലയെല്ലാം ഈ വെള്ളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, പ്രൂൺ ചെയ്യണം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറേണ്ടി വരും. ശരിക്കും തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ആ വോള് ഫുൾ ചെടി പിടിച്ച് നിറയണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.